എന്നോട് ചൂണ്ടയിടാൻ പോകും. അമ്മ ഇവിടെ ജോലിക്ക് പോയി, ഞാൻ ചൂണ്ടയിടാൻ പോയി. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദന എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് 6ാം ക്ലാസ്സിലാണ് എൻ്റെ പഠിത്തം, സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കുന്നത്. ഭയങ്കരമായ വയറുവേദന. ഇപ്പം ഞാനിങ്ങനെ വീട്ടിൽ വന്നപ്പോൾ എന്താ കാര്യമെന്ന് അറിയുന്നില്ല. ഞാനിങ്ങനെ വാഷ്റൂമിൽ കയറി മുള്ളാൻ നോക്കിയപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ ചോര. സന്തോഷത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും. ഓക്കെ, അപ്പോൾ സാറ ജോസഫ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണം. 2 ദിവസം മുമ്പ് സാറേൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 ദിവസം മുമ്പ് ഈ പറയുന്ന ചിത്ര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് സാറയുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് സാറ തിരിച്ചൊരു വീഡിയോ ഇട്ടു. അത് കുറേ ആൾക്കാർ അത് വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് വേറെ രീതിയിലാക്കി. ആ പറയുന്ന ചിത്ര എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാക്കി. അങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ്. പിന്നെ അത് മാത്രമല്ല ഈ കുട്ടീൻ്റെ വീട്ടുകാരെക്കുറിച്ചും അച്ഛനമ്മമാരെക്കുറിച്ച് സംസാരിക്കാനും അതുപോലത്തെ വർഗമായിട്ടുള്ള കമൻസും കാര്യങ്ങളും വരാൻ തുടങ്ങി. ഇപ്പോൾ കാണുന്നിടത്തെല്ലാം ഇതിനെ നെഗറ്റീവ് അടിക്കുന്ന രീതിയിൽ. പിന്നെ ഒരു പരനാറി എന്ന് പറയുന്ന ഒരു തെണ്ടി, ഞാൻ അവൻ്റെ പേര് പോലും എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അവൻ വന്നിട്ട് അതിനെ വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് എന്തൊക്കെയോ ബോഡി ഷേമിങ് ചെയ്ത രീതിയിലാക്കി അങ്ങ് വിടുകയും ചെയ്ത്. കാരണം അവൻ്റെ തന്ത അവനെ വലുതാക്കി പോലല്ലേ അവൻ സംസാരിക്കും. ഓക്കെ, അതിലോട്ട് ഞാൻ കൂടുതൽ വരുന്നൊന്നുമില്ല. നമ്മൾ സോഷ്യൽ മീഡിയ കൂടുതലും കാണുന്ന ഈ സാറ് നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു വീഡിയോ. ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് അത് എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്താണ് ഇതിൻ്റെ വീഡിയോ കാണുന്നത്. ഞാനിവിടെ ഇങ്ങനെ എനിക്ക് വയ്യാതിരിക്കുമ്പോഴാണ് ഞാൻ ഈ കൊച്ചിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുന്നത്. ആ ഒരു ആക്സിഡൻറ്റിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഞെട്ടിപ്പോയി. ഞാൻ ആ ഫുഡ് കഴിപ്പും അതിനെക്കുറിച്ച് പുള്ളി ഓരോ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിച്ചത് എന്ത് സാധനം, എന്ത് ജീവി ഇത്. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ. ഒരു 3 മിനിറ്റ് ആണെങ്കിൽ പോലും ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്ന ഒരു വീഡിയോ. എൻ്റെ വീഡിയോ എടുത്ത് നോക്കി അറിയാം ഞാൻ ഇതിനെക്കുറിച്ചിട്ട കാര്യങ്ങളൊക്കെ. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്ന കുറച്ച് വീഡിയോസ് ആയിരുന്നു. ആ സാറയുടെ ലൈഫ് സ്റ്റോറി, ഒരു ഡിവോഴ്സ് എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കണം നിങ്ങൾ. അതൊന്ന് കണ്ടു നോക്കിയാൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇതൊക്കെ കാണണം. കാരണം ഒരു പൈസയുള്ള വീട്ടിൽ ജനിച്ച് അതൊന്നും പൈസ ഇല്ലാണ്ടായി വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. അത് അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ കണ്ട ഈ സാറ ഒരു വീട്ടു ജോലിക്കൊക്കെ പോയെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എൻ്റെ എനിക്ക് എന്തോ പോലെ ആയിപ്പോയി. ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഹാളിനകത്തൂടെ ഇതിങ്ങനെ സൗണ്ടൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ പോവാം. ഞങ്ങളുടെ അമ്മൂമ്മ വരെ കേട്ടിട്ട് ഇങ്ങനെ പുള്ളി എന്താ സംഭവം, ഇത് കൊച്ചിനെ ഏതാ പുള്ളി അങ്ങനെ എന്നോട് ചോദിക്കത്തില്ല. എൻ്റെ അമ്മൂമ്മ വരെ ചോദിച്ചു ഇതിൻ്റെ ഓരോ ഇത് കേട്ടപ്പോൾ. ഞാൻ പിന്നെ സൗണ്ട് കുറച്ചിട്ടിരുന്ന് ബാക്കി ഇരുന്ന് കേൾക്കുകയായിരുന്നു. കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കിളി പോവും. ഉള്ള കാര്യം പറയാലോ, ആ രീതിയിൽ. കാരണം ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഒന്നും അല്ല ആൾ എന്നുള്ള ആ ഒരൊറ്റ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും വിചാരം അവിടെ അഹങ്കാരം കണ്ടില്ലേ, അവിടെ പോക്ക് കണ്ടില്ല, അവിടെ നടത്തം മട്ടും കണ്ടില്ല, അവിടെ അഹങ്കാരം കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല കമൻസുകളും പല രീതിയിലും പല ഇതിൽ അവൾ ഇച്ചിരി ഓവറാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അവൾ ഇനിയല്ല ഇച്ചിരി കൂടെ ഓവറായാലും നിനക്കൊന്നും പറയാനുള്ളൊരു യോഗ്യതയില്ല. ഈ പറയുന്നവന്മാർക്കൊന്നും ഒരു യോഗ്യതയില്ലടാ. നീയൊക്കെ പോയി എന്താ പറയുക, അവളെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ചാച്ചൻ എന്ന് പറയുന്നൊരു വ്യക്തി, അവരൊരു വീഡിയോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കാറ് മേടിക്കുന്ന ഒരു വീഡിയോ, ഇത് കൊണ്ടൊന്ന് കാണണേ. ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു ക്യാപ്ഷൻ അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സ്വിഗ്ഗിയും അതിനൊക്കെ പോയിട്ട് അവൻ ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതേ ചാച്ചന് അവൾ സ്വന്തമായിട്ടൊരു വണ്ടി എടുത്തു കൊടുത്തു. ഓക്കെ, ഇനി ആ ഒരു സ്റ്റോറിയിലോട്ട് നമുക്കൊന്ന് പോക്കാം. എല്ലാവരും ഒന്ന് കാണണം. ഇതൊന്ന് കാണുന്നതായിരിക്കും. ഞാൻ കുറച്ച് മാത്രമേ ഇവിടെ വെക്കത്തുള്ളൂ, കുറച്ച് പോർഷൻസ് മാത്രമേ ഞാൻ ഇവിടെ വെക്കത്തുള്ളൂ. ബാക്കി നിങ്ങൾ അവളെ ചാനലിൽ തന്നെ പോയി കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്ക് അറിയാത്തവർക്കും കൂടെ സാറ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒരിക്കൽ പോലും ഇനി ഒരാളോടും പറയേണ്ടി വരല്ലേ എന്ന് ആഗ്രഹിച്ച എൻ്റെ ലൈഫ്. ഒരു മിനിറ്റ്, ഇച്ചിരി കൂടെ സ്പീഡിലാക്കി തരാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കും കൂടെ ലാഗ് അടിക്കും. ഞാൻ വലിയ ഇൻട്രോ ഒന്നും ഈ വീഡിയോയിൽ കൊടുക്കുന്നില്ല. കാരണം ഞാൻ ഒരിക്കൽ പോലും ഇനി ഒരാളോടും പറയേണ്ടി വരല്ലേ എന്ന് ആഗ്രഹിച്ച എൻ്റെ ലൈഫിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എനിക്കിത് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് വരണമെന്നോ, അല്ലെങ്കിൽ ഇതിൽ കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കണമെന്നോ, അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടാണെന്നോ ഒന്നുമല്ല. റീച്ചിന് വേണ്ടിയിട്ട് എനിക്ക് വേറെ പല കണ്ടന്റുകൾ എനിക്കുണ്ട്. ഈ റീച്ചൊക്കെ എന്താ, പൈസയൊക്കെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. എനിവേസ്, ബാക്ക് ടു മൈ സ്റ്റോറി. എന്നെ അറിയുന്ന വളരെ കുറച്ച് ആളുകൾക്ക്, എന്നെ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ട് അറിയുന്ന വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമറിയാം എൻ്റെ പപ്പയും അമ്മയും ലീഗലി ഡിവോഴ്സ്ഡ് ആണെന്നുള്ളത്. അവർ ഇപ്പോൾ ഒരു 10 വർഷത്തിന് മേളിലായിട്ട് ഡിവോഴ്സ്ഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പം ഞങ്ങൾ 3 പേരാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്, ഒരു ബ്രദറുണ്ട്. ചേച്ചി ഇപ്പം നേഴ്സിംഗ് കഴിഞ്ഞിരിക്കുകയാണ്, ബ്രദർ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനാണ് നട്ടത്തെ ആള്. ശരിക്കും ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. പക്ഷേ ഈ ഒരു സ്റ്റേജിലോട്ട് വരുന്ന ഒരു അവസ്ഥ
അതെനിക്ക് ഇപ്പോഴും ചിന്തിക്കുമ്പോൾ ഭയങ്കര ട്രോമയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ കുറേ ആളുകൾ എനിക്ക് DM ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താ കാര്യം എന്നുള്ളത്. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഒബ്വിയസ്ലി ഒരു സോഷ്യൽ മീഡിയ നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും, നമ്മൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും. അപ്പം ഒബ്വിയസ്ലി ഞാൻ ഇനി എന്തിനു മറിച്ച് വെക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചതുകൊണ്ട് പിന്നെ അച്ഛനും അമ്മയും ഡിവോഴ്സാണ്, 10 വർഷത്തോളമായി ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ആ സമയത്ത് 3 മക്കളാണ്. ഇത് നടുക്കത്തെ കുട്ടിയാണ്, പിന്നെ ഒരു ചേച്ചിയുണ്ട്, പിന്നെ ഒരു അനിയനുണ്ട്. ചേച്ചി ഇപ്പോൾ നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണെന്നാണ് സാറ് പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പം കുഞ്ഞിലെ തന്നെ ഈ കുട്ടി 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ഡിവോഴ്സ് ആവുന്നു. അതിനുശേഷം മാറി താമസിക്കുന്നു. അതിനുശേഷം അമ്മ കഷ്ടപ്പെട്ട കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ, പിന്നെ ഇവരെ കൊണ്ട് ബോർഡിംഗ് സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നു. അപ്പോൾ രാത്രി സമയത്തൊക്കെ ആണെങ്കിൽ ഇവരാരും ഇല്ലാതെ, നിങ്ങൾക്കറിയാലോ നമ്മുടെ അച്ഛൻ അമ്മ നമ്മുടെ കുടുംബം അമ്മൂമ്മ എല്ലാവരും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ കൊണ്ട് ബോർഡിങ്ങിൽ അവിടെയൊക്കെ ആക്കുമ്പോൾ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഈ ഒരു വ്ലോഗ് മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കിളി പോകും. ഉള്ള കാര്യം പറയാമല്ലോ. ഇതിനകത്ത് തന്നെ ഇവിടെ പറയുന്നുണ്ടില്ല, ആകാശഗംഗ മൂവിയുടെ ആകാശദൂത്, ഓക്കെ, ആ ഒരു മൂവിയുടെ കാര്യം സംസാരിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു സത്യമാണ് ഇത്. കേട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ കിളി പോകും. ആ രീതിയിലത്തെയാണ് അവൾ കാര്യങ്ങൾ പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ. സത്യം പറഞ്ഞാൽ ആർക്കും ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പം എന്താ പറയണ്ട, ഇവരാരും ഇല്ലാതിരുന്ന് ആ ബോർഡിംഗ് സ്കൂളിൽ കരഞ്ഞുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു കുട്ടി എന്നൊക്കെ പറയുമ്പോഴേ ചില വിഷമങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും അത് എന്താണെന്ന്. ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, ഉള്ളവരും പറയാമല്ലോ. അത് വേറെ കുറേ വിഷയങ്ങളിലൊക്കെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണല്ലോ. പക്ഷെ ഇത് ശരിക്കും എന്താ പറയുക, നമ്മളെ ഇത്രയും ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച ഒരാൾ ഇതിൻ്റെ ഒരു കഥ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഇതാണ്. അതും കൂടെ കഴിഞ്ഞ് തന്നെ കുറച്ച് നമുക്ക് മൂവ് ചെയ്യാം. ഇത് 10-29 മിനിറ്റിൻ്റെ വീഡിയോ ആണ് പുള്ളിക്കാരി ഇട്ടേക്കുന്നത്. കാരണം ഞാൻ അത്രയും ട്രോമയിലൂടെയാണ് വളർന്നു വന്നത്. അത് കാരണമായിരിക്കാം മേ ബി ഞാൻ ഇന്നുവരെ എനിക്ക് വേണ്ടി ഒന്നും ഞാൻ ഭാവിച്ചിട്ടില്ല. സീരിയസ്ലി എൻ്റെ ഒരു 10 പൈസ കിട്ടിക്കഴിഞ്ഞാൽ നാളത്തേക്കെന്ന് പറഞ്ഞ് ഞാൻ വെക്കും. കാരണം എനിക്ക് പൈസയ്ക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആ പൈസയുടെ വില അറിഞ്ഞൊരു പെൺകുട്ടി. അതുപോലെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്തെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ ജോലി ഇല്ലെങ്കിൽ എനിക്ക് നാളെ വരുമാനമില്ല. പക്ഷേ ആ ജോലിയിലുള്ള ആളുകൾ പല രീതിയിൽ ഫിസിക്കലി ഒക്കെ എൻ്റെ അടുത്ത് വേണ്ടാതിനും പറഞ്ഞു. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി വീട്ടു ജോലിക്ക് വരെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു പോർഷൻ നിങ്ങളെ കാണിച്ചില്ല, ഞാൻ അതും കൂടെ നിങ്ങൾക്ക് വെച്ച് നിൽക്കേ. എത്ര രീതിയിലാണോ ഞാൻ പീരിയഡ്സും കൂടെ ആയപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഓക്കെ പറയലേ വീട്ടില അത്രയും ദിവസം അറിയാത്തൊരു സ്ഥലത്ത് കുറെ സിസ്റ്റർമാർ കുട്ടികൾക്ക് കൂടി കടന്നുറങ്ങുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് ഓർക്കാൻ പറ്റില്ല. കാരണം പപ്പയുടെ അമ്മയുടെ നടുക്കാണ് ഞാൻ കടന്നുകൊണ്ടിരുന്നത്. വേറെ പപ്പയമ്മയും ഇല്ല, വേറെ ആരും. പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ ചേച്ചി മാത്രമുണ്ട്. പിന്നെ അവിടെ അവർ നമ്മളെ കൂടെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കും, മിറ്റത്തെ പുല്ലൊക്കെ പഠിപ്പിക്കും, സിസ്റ്റർമാരുടെ തുണിയൊക്കെ നമ്മളെ കൊണ്ട് അരക്കിക്കും. അപ്പോൾ നമ്മുടെ ഏജ് ആലോചിക്കണം. അങ്ങനെയൊക്കെ വളർന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ട്രോമ. അപ്പോൾ അമ്മയെ കാണാൻ എനിക്ക് ഭയങ്കര കൊതി. ഞാൻ രാത്രി കിടന്ന് കരയിരിക്കും, ഞാൻ അമ്മയെ കാണാൻ അമ്മയില്ലാതെ ഞാൻ ഉറങ്ങില്ല എന്ന് പറയും. അപ്പോൾ സിസ്റ്റർമാർ വഴക്കുമല്ലോ നമ്മളെ. ഇപ്പോൾ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയില്ലെങ്കിൽ ഇപ്പം ചൂടോടെ എടുത്തോണ്ട് ഒരു വടിക്കും പറഞ്ഞപ്പോൾ പേടിയാണ്. അത് നമ്മളെ എന്നെ എൻ്റെ ചേച്ചി അങ്ങനെയൊന്നും ഞങ്ങളുടെ വീട്ടിൽ ആരും അങ്ങനെ അടിച്ചിട്ടില്ല. എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കും, അവരുടെ മക്കളെ അങ്ങനെ അച്ഛന്മാർ വടിക്കില്ലല്ലോ. അപ്പം അപ്പോൾ എനിക്ക് പേടി, അടിയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. അപ്പോൾ ഞാൻ അങ്ങനെ പേടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണിൽ കൂടെ വെള്ളം വന്ന് കടന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ ഒഴിച്ച് അങ്ങനെ എങ്ങനെ അടിച്ച് ഞാൻ ഉറങ്ങിയിട്ടുള്ള ദിവസങ്ങളുണ്ട്. 3ാം ക്ലാസ് പഠിക്കുന്നു. അങ്ങനെ സുപ്രഭാതത്തിൽ പപ്പ അറിയുന്നു ഞങ്ങൾ ഇതുപോലെ ബോർഡിംഗ് സ്കൂളിലാണ്. അല്ല, അതിന് മുന്നേ അമ്മ ഇടയ്ക്ക് കാണാൻ വരും കേട്ടോ. അമ്മ ഇടയ്ക്ക് കുറേ ജോലികൾ ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടി. കാരണം ഞങ്ങളെ അമ്മയ്ക്ക് വളർത്തണ്ടേ. അപ്പം അമ്മ ഇടയ്ക്ക് കാണാൻ വരും. അന്ന് കുറേ മുട്ടായും ഇതൊക്കെ ആയിട്ട് അമ്മ വരും. ഞങ്ങളെ കണ്ട് കരഞ്ഞിട്ട് അമ്മ പോകുന്നത്. കാരണം അമ്മയ്ക്ക് നിവർത്തിയില്ല. ഞങ്ങളെ അവിടെ വിട്ടിട്ട് പോകുന്നത് അമ്മയ്ക്ക് സങ്കടമാണ്. പക്ഷെ അമ്മയെ കൂടെ നോക്കാൻ അമ്മയ്ക്ക് നിവർത്തിയില്ല. അങ്ങനെ സുപ്രഭാതത്തിൽ പപ്പ അറിഞ്ഞ് ഞങ്ങൾ ബോർഡിംഗ് സ്കൂളിലാണ്. അപ്പോൾ അങ്ങനെ പപ്പ ഞങ്ങളെ കാണാൻ വന്നു. പക്ഷേ കോടതി മുഖേന ഇവർ ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളതുകൊണ്ടും ഞങ്ങൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളായതുകൊണ്ട് പപ്പയുടെ കൂടെ വിട്ടില്ല ഞങ്ങളെ. അങ്ങനെ ഞങ്ങൾ വളർന്നു. ഒരു വർഷം ബോർഡിംഗ് സ്കൂളിൽ വളർന്നു. പിന്നെ തീരെ ഞങ്ങളെ പറ്റാതായപ്പോഴത്തേക്കും അമ്മ തിരിച്ചു കൊണ്ടുവന്നു. കാരണം ഞങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അത്രയേറെ മാനസികമായിട്ട് ബുദ്ധിമുട്ടായി ഞങ്ങൾക്ക് അവിടെ. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ സുപ്രഭാതത്തിൽ അമ്മയുടെ ഒരു കസിന്റെ വീട്ടിലോട്ട് ചേച്ചിനെ മാറ്റി. കാരണം ചേച്ചിനെയും എന്നെയും കൂടെ ഒരുമിച്ച് അമ്മയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് എത്തിയിട്ട് പോകാൻ പറ്റില്ല, ജോലിക്കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ എന്നെ ഒരു രീതിയിൽ അമ്മയ്ക്ക് പേടിയില്ല. കാരണം ഞാൻ ആരെങ്കിലും എന്താണെന്ന് വെച്ചാൽ തിരിച്ച് ഏതാണെന്ന് ചോദിക്കുന്ന ക്യാരക്ടറാണ്. ഞാൻ എന്തുണ്ടെങ്കിലും വീട്ടിൽ പറയും, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ചേച്ചിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോയി ചേച്ചി മിണ്ടാതിരിക്കും. ചേച്ചി അത്രയ്ക്ക് പാവം, ഭയങ്കര സൈലന്റ് ആണ് എൻ്റെ ചേച്ചി. ഭയങ്കര പാവമാണ് കേട്ടോ. 3 പേര് ഞാനാണ് ഇച്ചിരി വാശിക്കാരിയൊക്കെ. അങ്ങനെ അമ്മയുടെ വേറൊരു കസിന്റെ വീട്ടിലോട്ട് ആന്റിയുടെ വീട്ടിലോട്ട് മാറ്റി. അങ്ങനെ കുറേ നാൾ ഞാനും അമ്മയും മാത്രമായി. അങ്ങനെ ചേച്ചിയും പോയി എൻ്റെ കൂടെ, ഞാൻ ഒറ്റയ്ക്കായി. എന്നിട്ട് ഇങ്ങനെ വളർന്നു. ഒരു സ്റ്റേജ് എത്തിയപ്പം ഒരു ദിവസം ഞാൻ ഒരു ഫ്രണ്ടിനോട് ചൂണ്ടിടാൻ പോകും. അമ്മയുടെ ജോലിക്ക് പോയി, ഞാൻ ചൂണ്ടിടാൻ പോയി. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദന എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് 6ാം ക്ലാസ്സിലാണ് സ്റ്റാൻഡേർഡിലാണ് ഞാൻ പഠിക്കും. ഭയങ്കരമായ വയറുവേദന. ഇപ്പം ഞാനിങ്ങനെ വീട്ടിൽ വന്നപ്പോൾ എന്താ കാര്യം അറിയുന്നില്ല. ഞാനിങ്ങനെ വാഷ്റൂമിൽ കയറി മുള്ളാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ചോര. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ എൻ്റെ ഇതിലെ ചോര, എനിക്ക് ഭയങ്കര വയറുവേദന, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഏതൊന്നും കരഞ്ഞുകൊണ്ട് അമ്മ എൻ്റെ മുള്ളുന്നേരത്ത് ചോര വന്നു എന്ന് ഇങ്ങനെ കാണിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് അതാണ് പീരീഡ്സ്. അതിന് മുന്നേ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. കാരണം പറഞ്ഞു തന്നാൽ മനസ്സിലാവുന്ന പ്രായമല്ലായിരുന്നു. എൻ്റെ ചേച്ചിക്ക് പീരീഡ്സ് ആയത് ഞാൻ അറിഞ്ഞില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, അവിടെ കസിൻ്റെ വീട്ടിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് അവിടെ വെച്ചാണ് നമുക്കും പീരീഡ്സ് ആയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പനും അമ്മയും കൂടെ ഇല്ലാതെ ഞങ്ങൾ വളർന്ന സാഹചര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നല്ല രീതിയിൽ അവർ ജീവിച്ചത്, ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ. ആ കൊച്ചാന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ചാച്ചനും ഞാനും എങ്ങനെ ജീവിക്കുന്നു അതിനേക്കാളും ഹാപ്പി ആയിട്ടായിരുന്നു അച്ഛനും അമ്മയും കൂടെ ജീവിക്കുകയൊക്കെ ചെയ്തത്.
പിന്നെ ബന്ധുക്കളുടെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അല്ലെങ്കിൽ ചിലയിടത്തുണ്ട് നല്ലതായിട്ട് ജീവിക്കുമ്പോൾ ചില പുഴുക്കളുണ്ടെന്ന് അറിയത്തില്ലേ, ആ പുഴുക്കളെ നമ്മൾ എടുത്തു കളഞ്ഞാൽ നമ്മുടെ ലൈഫ് നല്ലതാണ് പോകത്തുള്ളൂ. ഈ പുഴുക്കളുടെ സ്വഭാവം എന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ ഇരുന്ന് കുത്തി 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 അത് വലിയൊരു എന്താ പറയുക, ഒരു തുരങ്കം പോലെ ആക്കി വെക്കുന്ന കുറേ ഇനങ്ങളുണ്ട്. അതുപോലുള്ള ആൾക്കാരെ മാറ്റിയാൽ കുറച്ചും കൂടെ ലൈഫിൽ നല്ലതായിരിക്കും. നിങ്ങളുടെ ലൈഫിലാണെങ്കിലും ചിലപ്പോൾ അതുപോലുള്ള ക്രിമികളൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട്. ഒഴിവാക്കി വിട്ടായിരിക്കണം നാശങ്ങളെയൊക്കെ. ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞൊരു വല്ലാത്ത അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു ആ കൊച്ചിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴേ അതുപോലും പറഞ്ഞു കൊടുക്കാനുള്ള അവസ്ഥയെ ആരും ഇല്ലെന്ന് പറയുമ്പോഴേ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ബാക്കി ഞാൻ വെക്കാം. എനിക്ക് പീരീഡ്സ് ആയി, അമ്മ പറഞ്ഞു ഇതാണ് പീരീഡ്സ്. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് പേടിയായി. ഇനി അമ്മയ്ക്ക് ഒരു രീതിയിൽ എന്നെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് എവിടെ പോകാൻ പറ്റില്ല. കാരണം ഞാൻ എത്ര രീതിയിലാണെന്ന് പറഞ്ഞാൽ പീരീഡ്സും കൂടെ ആയപ്പോഴത്തേക്കും അമ്മയ്ക്ക് ടെൻഷനായിട്ട് അമ്മ വേറൊരു ആന്റിയുടെ വീട്ടിലോട്ട്, ഞങ്ങളുടെ കസിൻ ആന്റിയുടെ വീട്ടിലോട്ട് തൽക്കാലത്തേക്ക് മാറ്റിയിട്ട് ഇതുപോലെ നമുക്ക് പീരീഡ്സ് ആണ്, എനിക്ക് അത്യാവശ്യമായിട്ട് ജോലിക്ക് പോകണം, അപ്പോൾ ഇവിടെ ടേക്ക് കെയർ ചെയ്യണം. അന്ന് ആ പീരീഡ്സ് ആയ ദിവസത്തെ രാത്രി ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് ഇപ്പോഴും അറിയാം. ഫുള്ള് ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക, താഴൊക്കെ വെച്ചിട്ടുണ്ട്, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ മനസ്സിൽ മുഴുവൻ ഫുള്ള് ഇപ്പോൾ പപ്പായും അമ്മയും ഒരുമിച്ചായിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ വരത്തില്ലായിരുന്നു. അന്ന് പീരീഡ്സിനെ പറ്റി വലുതായിട്ട് അറിയത്തില്ല. അന്ന് ഭയങ്കര അസഹനീയമായ വരവായിരുന്നു. അന്നും ഞാൻ കുറേ കരഞ്ഞ് എങ്ങനെയോ ആ ദിവസം രാത്രി ഉറങ്ങി പിറ്റേ ദിവസം അമ്മമാരെ പിന്നെയും കാണാൻ വന്നു. അങ്ങനെ 7 ദിവസത്തെ പീരീഡ്സ് ആയിട്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും വളർന്നു. 3 പേര് 3 സ്ഥലത്തായിട്ട് വളർന്നു. കാരണം ഞങ്ങൾക്ക് ആരെയും കാണാനുള്ള ഓപ്ഷൻ ഇല്ല. എനിക്ക് എൻ്റെ അനിയനെ കാണാനുള്ള ഓപ്ഷൻ ഇല്ല, എനിക്ക് എൻ്റെ ചേച്ചിയെ കാണാനുള്ള ഓപ്ഷൻ ഇല്ല. ഈ ആകാശദൂത് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് അതിനകത്ത് എങ്ങനെയാണോ നമുക്ക് ഒരു വിഷൻ അവർ കാണിച്ചു തന്നിരിക്കുന്നത്, അതിന്റെ വേറൊരു എക്സാക്ട് വിഷനിലൂടെയാണ് ഞങ്ങൾ ജീവിച്ചത്. കാരണം സിബ്ലിങ്സിനെ എല്ലാം പല വീട്ടിലാക്കി. കാരണം നിവൃത്തി ഇല്ലാത്തതുകൊണ്ട്. നിവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ പപ്പ പറഞ്ഞു ഇതുപോലെ നിന്നെ ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയോട് സംസാരിച്ചിട്ട് എന്നെ കൊണ്ടുപോയി. പിന്നെ കുറേ നാൾ പപ്പയായിരുന്നു. അതുകൊണ്ടാണ് ഇന്റർവ്യൂലൊക്കെ കുറേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താ മീറ്റിങ്ങിന് പപ്പ മാത്രമേ വരത്തുള്ളൂ, അമ്മ വരത്തില്ല. കാരണം ആ സമയത്തൊക്കെ പപ്പയുടെ കൂടെ ആയിരുന്നു ഞങ്ങൾ. അമ്മയുടെ വീട്ടുകാർ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും പപ്പ സ്കൂളിൽ വരും. അപ്പോൾ എല്ലാവരും ഞാൻ നോക്കുമ്പോൾ എല്ലാവരും അമ്മമാരും പപ്പമാരും ഒക്കെ വരുമ്പോൾ ഒന്നെങ്കിൽ എൻ്റെ സൈഡിൽ അമ്മ അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ പപ്പ. അമ്മയുടെ കൂടെ ആയിരുന്നു അങ്ങനെയായിരുന്നു, പപ്പയുടെ കൂടെ ആയിരുന്നു അങ്ങനെ. ഇതൊക്കെ പോട്ടെ. ഇതിൽ ഞങ്ങൾ കുറേ ഞാനും ചേച്ചിയും അനിയനും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം, അപ്പനും അമ്മയും ഡിവോഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞുങ്ങളെ കാണുന്നത് വേറൊരു രീതിയിലാണ്, ഒരു വൃത്തികെട്ട രീതിയിലാണ്. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. ശരിക്കും നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിൽ ഭയങ്കര സ്ട്രഗിൾ രീതിയിലാണ് നിങ്ങൾ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. പപ്പയുടെ അമ്മയുടെ തെറ്റുകൊണ്ടല്ല ശരിക്കും അവർ സെപ്പറേറ്റഡ് ആയത്, അവരുടെ വീട്ടിലെ അവസ്ഥ കൊണ്ടാണ്. പക്ഷെ ഇതിന്റെ നടുവിൽ ഞങ്ങൾ 3 പേരും എന്തോരം അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞാൻ പപ്പയെ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്. എൻ്റെ നേരിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് തന്റെ നാളെ രണ്ടു വഴിയില്ലേ, അപ്പൊ തന്നെ ഇവളുടെ ജീവിതം നമുക്കറിയാം. ശരിക്കും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഭയങ്കര വൃത്തിയായിട്ട രീതിയിലോ അല്ലെങ്കിൽ അപ്പനും അമ്മയും സെപ്പറേറ്റഡ് ആയതുകൊണ്ട് വേറെ ആവശ്യമില്ലാത്ത പാതയിലൂടെ അങ്ങനെയൊന്നും അല്ല. ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സോട്ട് ജോലിക്ക് ഇറങ്ങിയ വ്യക്തിയാണ്. അത്ര മോശമായ സാഹചര്യം അവസാനം ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഫിനാൻഷ്യലി ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ വന്നു. ഒരു രീതിയിലും ഞങ്ങൾക്ക് ഒരു 10 രൂപ കാശ് എടുക്കാനില്ലാത്തൊരു രീതി വന്നപ്പം ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സ് ജോലിക്ക് ഇറങ്ങി. അപ്പോൾ ആ ടൈമിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു കൺസൾട്ടൻസി ഉണ്ടായിരുന്നു, അതായത് വീട്ടിൽ ജോലിക്ക് വിടുന്ന ആൾക്കാർ. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഇതുപോലെ ഏതെങ്കിലും ഒരു വീട്ടിൽ എന്നെ ജോലിക്ക് വിട്ടു, ഞാൻ പോകണം, ഞാൻ ആ വീട്ടിൽ പോയി എല്ലാ ജോലിയും ചെയ്തോളാം, അവരുടെ കൂടെ നിന്നോളാം, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഞാൻ അമ്മയ്ക്ക് ഇന്നലെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകും. ആ രീതി വരെ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 1-2 അടുത്ത് എനിക്ക് പറയാൻ ആഗ്രഹമില്ല, എന്നാലും ഞാൻ വീഡിയോയ്ക്ക് പോയിട്ടുണ്ട്. ഇതുവരെ എൻ്റെ ചാച്ചനെ പോലും അറിയില്ല. ഇപ്പോഴായിരിക്കും ചാച്ചനൊക്കെ അറിയാൻ പോകുന്നത്. പിന്നെ ചാച്ചന്റെ ഫാമിലിയുള്ള പലർക്കും ആൾക്കാർക്കും അറിയില്ല എൻ്റെ അമ്മയും അച്ഛനും ഡിവോഴ്സ്ഡ് ആണെന്നുള്ളത്. കാരണം ഞാനിത് ഓർക്കാനും പറയാനും ആഗ്രഹിക്കാത്ത അല്ല. ഈ ഒരു വീഡിയോ കാണേണ്ടത് ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഈ അപരാധം എഴുതി പിടിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇരുന്ന് കാണണം ഈ ഒരു വീഡിയോ. പ്രത്യേകിച്ച് ആ ചിത്ര എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, അവരും കൂടി ഇരുന്നത് കാണണം. കാരണം ഈ ഒരു വിഷയം വന്നപ്പോൾ ഈ ഒരു 2-3 ദിവസം മുമ്പ് ഈ ചിത്രയുടെ വിഷയം വന്ന സമയത്താണെങ്കിൽ പോലും കുറെ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങ് കമന്റ് ആയിരുന്നു. നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്നത് കാണണം. ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും കാണിക്കും. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കും, അതിൻ്റെ റിവ്യൂ ചെയ്യും, അത് നല്ല അഭിപ്രായങ്ങൾ പറയും. പക്ഷെ നമുക്കത് കണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, നമുക്കൊരു എൻ്റർടൈൻ ആണ് സത്യം പറഞ്ഞാൽ. അതിനെയൊക്കെ വളച്ചൊടിച്ച് മറിച്ചൊക്കെ ഓരോ രീതി കൊണ്ട് കമന്റ് ഇടുക, അത് എടുത്തുകൊണ്ട് പോയിട്ട് പുതിയ കഥ ഉണ്ടാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം നമ്മളും സോഷ്യൽ മീഡിയയിലെ വീഡിയോസൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നതൊക്കെയാണ്. കാര്യങ്ങളൊക്കെ പരമാവധി കുറേയൊക്കെ അന്വേഷിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഈ അടുത്ത സമയത്ത് രേണുവിൻ്റെ ഒരു വിഷയം വന്ന സമയത്ത് ഞാനൊരു വിഷയത്തിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്തപ്പം എന്നെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറയണേ, നിനക്ക് ക്യാൻസർ വന്ന് നീ മരിച്ചു പോടാന്ന്. കാരണം എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കുകയായിരുന്നു. അത് ഈ അടുത്ത സമയത്താണ്. ഈ അടുത്ത മുഖമൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കുന്നത്, എൻ്റെ തലയ്ക്ക് ക്യാൻസർ വന്ന് മരിച്ചു പോകുന്നു. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞല്ലോ, നിങ്ങളുടെ മക്കൾക്ക് ഞാൻ എൻ്റെ ഭാഗത്തിനായുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് തിരിച്ചടിക്കായിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് വന്ന്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ നിനക്കിട്ടൊരു പണി തരാൻ പോവാം, നിൻ്റെ ഈ ചാറ്റ് വെച്ചിട്ട് ഞാൻ റീഡ് ഇടാൻ പോകാമെന്ന് പറഞ്ഞു കൂടെ ചെയ്തപ്പോഴത്തേക്ക് അയ്യോ ഇടല്ലേ എന്നും പറഞ്ഞിട്ട് തൊഴിൽ പിടിച്ച് വലിയ ഇത് സംസാരങ്ങളൊക്കെ ഇപ്പോഴും വന്ന് കമൻറ്റൊക്കെ ഇടാറുണ്ട്. ഈ പറയുന്ന എന്നെ ഇപ്പോൾ ഒന്നും വലുതായിട്ട് പറയാറില്ല. ഇങ്ങനെയൊക്കെ വന്നിടുന്നവർക്ക് സ്പോട്ടി കൊടുക്കണം. അവൾ അതേ ചെയ്തിട്ടുള്ളൂ, സത്യം പറഞ്ഞാലോ സാറാ അതേ ചെയ്തിട്ടുള്ളൂ. ഇപ്പം അതിൻ്റെ പേരും പറഞ്ഞിട്ട് കുറേ എണ്ണം വന്ന് കമന്റ് ഇടുന്നു, നിൻ്റെ അച്ഛൻ അങ്ങനല്ലേ, നിൻ്റെ അമ്മ അങ്ങനെ പോയതല്ലേ, നീ ഇങ്ങനെ നടക്കുവല്ലേ, തെണ്ടി നടക്കുവല്ലേ എന്നുള്ള രീതിയിലൊക്കെ കമന്റ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം,
ഇവരുടെ ഈ കുട്ടിയുടെ ബന്ധുക്കളും ഒക്കെ പറയുന്ന ഒരു കാര്യം എന്താ, അമ്മ വീട്ടുകാർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോളെ നിനക്ക് സോഷ്യൽ മീഡിയ പറ്റിയൊരു പരിപാടിയല്ല, നീ ഇത് വിട്ടിട്ട് പോകുന്നുള്ള രീതിയിലാണ് അവരൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയാം, നീ നിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പോകാവോ, ഒരു കുഴപ്പമില്ല. റോഡിൽ കിടന്ന് പട്ടി കുറയ്ക്കുന്നതിന് ആനയ്ക്ക് എന്താ കാര്യം, ആ ഒരു മൈൻഡ് മാത്രം മതി. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ എന്നെ കളിയാക്കിയ ആൾക്കാരുണ്ട്. എടാ ഇവിടെ ഡാനിച്ചേട്ടൻ എന്തേ കാണിക്കുന്നത്, ഡാനിച്ചേട്ടൻ എന്താ കാണിക്കുന്നത്, കാരണം ഞാൻ അതുപോലെ ബബ്ബ പേടിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡാനിച്ചേട്ടൻ എന്താ പറയുക, അതേ ടീംസിൻ്റെ മുമ്പിലാണെങ്കിൽ ഇപ്പം എനിക്കിപ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സായി. എനിക്ക് സത്യം പറഞ്ഞൊരു അച്ചീവ് തന്നെയായിരുന്നു, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. അപ്പോഴും എല്ലാവരും ചോദിക്കുന്നില്ല ഈ പ്ലേ ബട്ടൺ കിട്ടിയോന്ന്. എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ടില്ല. എനിക്ക് ചാനലിൻ്റെ ഒരു വിഷയം കൊണ്ട് പ്ലേ ബട്ടൺ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അത് കിട്ടിയില്ലെങ്കിൽ പോലും അതൊന്നും ഞാനൊരു വലിയ സംഭവമായിട്ട് കാണുന്നില്ല. പക്ഷേ 10 ആൾക്കാരെടുത്ത് ഞാനിപ്പോൾ ഒരു 1000 ആൾക്കാരുടെ ഞാൻ അറിയപ്പെടുന്നുണ്ട്. ഞാൻ വിചാരിച്ച എൻ്റെ നാട്ടിൽ എനിക്കൊരു വിലയില്ലെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ല വിലയും ഉണ്ട് എൻ്റെ നാട്ടിലാണ്. ഒരു കാര്യം ഞാൻ പറയാം സാറേ, പറ്റിയ അവസരങ്ങൾ അത് കളയാതിരിക്കാൻ നോക്കുക. എങ്ങനെയാണെന്ന് വെച്ചുള്ള പ്രൊമോഷനും നല്ല പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നീ അടിപൊളിയായിട്ട് മുന്നിട്ട് നല്ല രീതിയിൽ പോകും. നല്ലൊരു സെറ്റപ്പും നല്ലൊരു വീഡിയോ ഒക്കെ വെക്കുക, അടിപൊളി ഒരു വീഡിയോ വെക്കുക. ഇപ്പം ചാച്ചൻ്റെ അച്ഛനെ അത് ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെയൊക്കെ സന്തോഷം കണ്ടില്ലേ? അവരുടെ സന്തോഷം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ വീട്ടുകാരുടെ സന്തോഷം, അത് മാത്രം ചിന്തിച്ചാൽ മതി. ഈ റോഡിൽ കിടക്കുന്ന പട്ടിയുടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാവരും അല്ല ഉദ്ദേശിക്കുന്നത്, ചില കുരച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെ കല്ലെറിയാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. മൈൻഡ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. പറഞ്ഞാൽ മനസ്സിലായോ? മൈൻഡ് ചെയ്താലാണ് ഒരു കുര കുരയ്ക്കുന്ന അവന്മാർ 2 കുര കുരച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കുകയേ വേണ്ട. നീ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പോയാൽ മാത്രം മതി. നിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടം. ഞാൻ സത്യം പറഞ്ഞാൽ ആരുടെ നല്ലതെന്നും പറഞ്ഞിട്ട് ഇവിടെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഇവരങ്ങനെ നല്ലതൊന്നും പറയത്തില്ലല്ലോ. ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ മാത്രമാണ്. അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പോവുക. അല്ല ഫുൾ സപ്പോർട്ടറാ, ഫുൾ സപ്പോർട്ട്. നീയാണ് 100% ശരിയോടെ. നിന്നെ കണ്ടുപിടിക്കണം ഇവിടെ ഓരോ പെണ്ണുങ്ങളും. അപ്പോൾ എല്ലാവരും പറയുന്ന അവളെ ഉള്ള വീട്ടിലെയാണ്, അവളെ എങ്ങനെയാണ്, അവളെ ഇറങ്ങി അവൻ്റെ കൂടെ പോയി ഇങ്ങനെ ലീവിൻ ടൂർ അതൊക്കെ ആയിട്ട് നടക്കും. നീയാണ് ശരി, നിന്നെ കണ്ടുപിടിക്കണം. ഞാൻ അങ്ങനെ പറയും. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ അടിയിലൊക്കെ ഞങ്ങളുടെ പപ്പ അങ്ങനെ പോസ്റ്റ് ആണെന്ന് അറിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്. അപ്പോൾ എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അതുകൊണ്ട് ഞാൻ റിവീൽ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെതായ ഇന്റിമസി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആളുകളൊക്കെ മറ്റൊരാളുടെ ലൈഫ് അറിയാതെ മറ്റൊരാളെ ചൂഷണം ചെയ്യും, മറ്റൊരാളുടെ കാര്യങ്ങൾ ഇടപെട്ട് അവരെ എത്ര നല്ല രീതിയിൽ അവർ ജീവിച്ചാലും അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ, നമ്മുടെ സമൂഹം, സൊസൈറ്റി. അതാണ്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഇന്റിമസി ആയിട്ട് ഇപ്പോഴും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാത്തത്. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തിയെന്നുള്ളത് ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ 23 വയസ്സുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഇപ്പോഴും ഒരു 19 വയസ്സുള്ള ഒരു വ്യക്തിയെ പോലെ. കാരണം എനിക്ക് ഓർമ്മയില്ല, എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ ചിരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കത് കിട്ടിയിട്ടില്ല. എൻ്റെ ലൈഫിൽ സന്തോഷം എന്താണെന്നുള്ളത് സീരിയസ്ലി ഞാൻ അറിഞ്ഞത് എൻ്റെ ലൈഫിൽ ശാസനം തന്നെയാണ്. അതിനുമ്പ് എനിക്കറിയില്ലായിരുന്നു എന്താണ് സന്തോഷം എന്നുള്ളത്. അല്ലെങ്കിൽ വാടക രീതിയിൽ ഞാനിങ്ങനെ പോയിട്ടില്ല, സന്തോഷത്തിന് വേണ്ടി ഞാനൊന്നും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഒരു ലൈഫ് കൂടെ വന്ന ഒരാളാണ്. കറക്റ്റ് ആകാശദൂത് സിനിമ എങ്ങനെയാണോ അതിന്റെ വേറൊരു ക്വസ്റ്റനാണ് ഞങ്ങളുടെ ലൈഫ്. എനിക്കത് കാരണം ആ സിനിമ കാണാൻ പറ്റത്തില്ല. കാരണം അത് കണ്ട ഒരു വട്ടം മാത്രമേ ഞാൻ അത് മുഴുവനായിട്ട് കാണുള്ളൂ. പിന്നെ എനിക്കത് കാണുമ്പോൾ എനിക്ക് എന്റെ ത്രോബാക്ക് ഇതിലോട്ട് മാറും. എനിക്ക് ഒന്നിനൊരു ഓർമ്മയില്ല, ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുക, വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു കോള് വരുന്നുണ്ട് പറ്റണ്ടേ. അപ്പം എനിക്കൊന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ല ഒരു കാര്യത്തിനോട്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന പോലെ എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ എല്ലാവരും വീഡിയോസ് ഒക്കെ ഇടുന്നെങ്കിൽ ആളുകളെല്ലാം ചിന്തിക്കുക അവരുടെ ലൈഫൊക്കെ എന്താ അടിപൊളി. ഞാൻ പല കമന്റ് ബോക്സിൽ എൻ്റെ പേഴ്സണൽ മെസ്സേജിലൊക്കെ കുറേ മെസ്സേജ് കണ്ടു. എനിക്ക് ചേച്ചിയെ പോലെ ഒരു ലൈഫ് വേണമെന്ന് ആഗ്രഹം, ചേച്ചിയെ പോലെ ജീവിച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പോലൊരു അവസ്ഥ വേറൊരു പെൺകുട്ടിക്ക് വരരുത് എന്നാണ്. കാരണം ഞാൻ അത്രമേൽ സ്ട്രഗിൾ ചെയ്ത് ഞാൻ പല രാത്രികളും ഞാൻ കരഞ്ഞു ഉറങ്ങിയ രാത്രികളുണ്ട്. അതുപോലെ ഞാൻ ജോലിക്ക് പോയിടത്തൊക്കെ എനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് മാനസികമായിട്ടും ശാരീരികപരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ അത്ര വിൽ പവറുള്ള ആളുകൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. ഞാൻ ജോലിയൊക്കെ പലയിടത്തും അത്ര മോശമായ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആരെയും എൻ്റെ ശരീരത്തിൽ തൊടാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോഴും എൻ്റെതായ സ്റ്റാൻഡിനും എൻ്റെതായ നിലയിലും വിലയിലും ഞാനിപ്പം ജീവിക്കുന്നത്. കുറേ ആളുകൾ എനിക്ക് ഒത്തിരി ഓഫറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അന്ന് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പകൽമാന്യന്മാർ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പോഴും അവരെ ഓർക്കുമ്പോൾ തന്നെ പേടിയാണ്. അതുകൊണ്ടാണ് എൻ്റെ പല ജോലികൾ ഞാൻ റിസൈൻ ചെയ്തിട്ട് ഈ സോഷ്യൽ മീഡിയയിലോട്ട് ഞാൻ വന്നത്. അത് വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. കാരണം ഞാനിപ്പോൾ സേഫാണ്. കാരണം എനിക്ക് ആരെയും പേടിക്കാനില്ല. എൻ്റെ ചുറ്റിനുമുള്ള കാര്യങ്ങളിൽ ഞാൻ കംഫർട്ടാണ്. അത് ഞാൻ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അപ്പം അങ്ങനെ ചാച്ചൻ വന്നതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ ദൈവം തന്നൊരു തുണയെന്ന് വേണം പറയാം. കാരണം ഇനി എനിക്ക് ചാച്ചൻ ഇല്ലാതെ എൻ്റെ ലൈഫ് മുന്നോട്ട് എങ്ങനെയാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ചാച്ചനും അങ്ങനെ തന്നെയാണ്. നമുക്ക് അറിഞ്ഞൊരു തുണ വരിക എന്ന് പറഞ്ഞില്ല. അതുപോലെയാണ് ഞാൻ അറിയാത്തൊരു കാര്യം ചാച്ചന് ചെയ്യാൻ പറ്റില്ല, ചാച്ചന് അറിയാത്തൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ ബോണ്ട് എന്ന് പറയുന്നത് അത്രയ്ക്കാണ്. ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉള്ള ഒരു ഇതല്ല. അതുകൊണ്ടാണ് ഞാൻ ലിവിങ് തിരഞ്ഞെടുത്തത്. എൻ്റെ അപ്പനും അമ്മയ്ക്കും വന്നൊരു സാഹചര്യം ഒരിക്കലും എനിക്ക് വരാൻ പാടില്ല. അല്ലെങ്കിൽ എനിക്ക് വരുന്നതല്ല, എനിക്കുണ്ടാകുന്ന കുഞ്ഞിന് വരാൻ പാടില്ല. കാരണം ഞാൻ അത്രമേൽ എൻ്റെ കുട്ടിക്കാലം എനിക്ക് അത്രമേൽ ട്രോമയാണ്. കുട്ടിക്കാലം മുതൽ എൻ്റെ 22-21 വയസ്സ് വരെ എനിക്ക് ട്രോമയാണ്. ചാച്ചനെ കണ്ടെടുക്കുന്ന നാൾ വരെ. അപ്പയ്ക്കും അമ്മയ്ക്കും ഇപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അവർ നമ്മുടെ സ്റ്റേറ്റ് കൂടെ അങ്ങനെ ജീവിച്ചിട്ടില്ല. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു പേരൻസിന്റെ ഇടയിലല്ല അവർ ജീവിച്ചത്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാവത്തില്ല. ഞാൻ അത് കാരണം ഫീലിംഗ്സും അവരോടും തന്നെ ആരോടും ഞാൻ പറഞ്ഞില്ല. ഇതുവരെ ചാച്ചന് പോലും അറിയില്ല പല കാര്യങ്ങളും. കുറച്ചൊക്കെ അറിയാം, പല കാര്യങ്ങളും വന്നാലും ചാച്ചനും അറിയില്ല. അപ്പം അങ്ങനെ ആ ഒരു ടൈമിൽ എനിക്ക് കിട്ടിയതാണ് ചാച്ചനെ.
ചില സമയത്ത് നമ്മൾ വേഗം സൈലന്റ് ആയിപ്പോകും അല്ലേ. എനിക്ക് കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല, ജോലി കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഞാൻ നിങ്ങളത് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞു. കാരണം ആ ഒരു സ്റ്റേജിലാണ് ഞാനിപ്പം. എനിക്ക് ഈ അച്ഛനമ്മമാരൊന്നും മക്കളെ ശ്രദ്ധിച്ചില്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജോലി വീട്ടിലെ മോശമായിട്ടുള്ള അനുഭവം, അതുപോലെ തന്നെ ജോലി, അതുപോലെ പല പല മാന്യന്മാർ, അതിപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫേമായിട്ടുള്ള മാന്യന്മാരായിരിക്കാം, മോശമായിട്ടുള്ള രീതിയിലൊക്കെ പെരുമാറുക, വലിയ ഓഫർ കൊടുക്കുക. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കാണെങ്കിലും അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ബക്കറ്റ് കയറാൻ വരുന്നതാണ്. അല്ല, ഞാനും പഴയ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോയി കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ, പൈസ കണ്ടു വളർന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇടയ്ക്ക് കുറച്ച് നാൾ അതില്ലാണ്ട് വന്ന ഒരു സിറ്റുവേഷനിലാണ്. അത് നമ്മളത് പറയുന്നില്ല, നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന ആളല്ലേ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് വിടരുതല്ലോ. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് എന്നോട് എപ്പോഴും പറയാറുണ്ട്, നീ വീഡിയോ ചെയ്യുമ്പോൾ നിൻ്റെ കഥ ഒന്നും ചെയ്യല്ലേ എന്ന് വെച്ചാൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കാറുണ്ട്. ഇത് ഓക്കെ, എന്തൊക്കെയോ രോഗങ്ങളുണ്ടെന്നാണ് എൻ്റെ മനസ്സ് തോന്നുന്നതല്ല പറയുന്നത്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൈലന്റ് ആയിപ്പോ. കാരണം ഞാൻ അത്രയും ട്രോമയിലൂടെയാണ് വളർന്നു വന്നത്. അത് കാരണം ആയിരിക്കാം മേബി ഞാൻ ഇന്നുവരെ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. സീരിയസ്ലി എൻ്റെ ഒരു 10 പൈസ കിട്ടിക്കഴിഞ്ഞാൽ നാളത്തേക്കെന്ന് പറഞ്ഞ് ഞാൻ വെക്കും. കാരണം എനിക്ക് പൈസയ്ക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആ പൈസയുടെ വില അറിഞ്ഞൊരു പെൺകുട്ടി. അതുപോലെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ ജോലി ഇല്ലെങ്കിൽ എനിക്ക് നാളെ വരുമാനമില്ല. പക്ഷേ ആ ജോലിയിലുള്ള ആളുകൾ പല രീതിയിൽ ഫിസിക്കലി ഒക്കെ എൻ്റെ അടുത്ത് വേണ്ടാതിനെ പറഞ്ഞും എന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചൊക്കെ ഞാൻ ജോലി നിന്നിട്ട് ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കണ്ണീര് പാത്രത്തിൽ വീണിട്ട് ആ ഉരുള എടുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കിപ്പോഴും അത് ഓർക്കാൻ പറ്റില്ല. എന്നെ നിവർത്തിയുടെ കൊണ്ട് ഞാൻ ജോലിക്ക് നിന്നിട്ടുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിൽ കണ്ണീര് വീട് കഴിക്കാന്ന് പറഞ്ഞാണല്ലോ, അത് ഭയങ്കര ഞാൻ പറയുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുമ്പോഴും പോലുള്ള ഒരു അവസ്ഥ ഉള്ളത് എനിക്കിപ്പോഴും ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ഒരു വട്ട് പോലെ. ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കാര്യം ആരും എൻ്റെ അടുത്തില്ല എങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വോയിസ് അവസരം കിട്ടിയത് പോലും ചാച്ചനെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, അപൂർവങ്ങളിൽ അപൂർവമാണ് ചാച്ചൻ. അതുകൊണ്ട് എൻ്റെ കൂടെ ഇല്ലാതിരിക്കുന്ന സമയങ്ങൾ ഞാൻ അറിയാത്ത ഒരു കാര്യം ചാച്ചനും ചെയ്യാൻ പറ്റില്ല, ചാച്ചൻ അറിയാത്ത ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഞാനും ചാച്ചനും ഭയങ്കര നിങ്ങളൊക്കെ കാണുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറം പോകേണ്ടുള്ള ആൾക്കാരാണ്. കാരണം ഒരു ദിവസം ചാച്ചൻ എൻ്റെ അടുത്ത് പറയാം, അവർക്ക് ഇപ്പോഴും ഭയങ്കര സ്ട്രൈക്കാണ്. ചാച്ചൻ ഇപ്പോൾ അത് ചിന്തിച്ചോ അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മറന്നാണ്. ചാച്ചൻ ഒരു ദിവസം പറഞ്ഞു, നീ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ആളുകൾ പട്ടിയിട്ട് തലനോ എന്നെ തല്ലിക്കൊല്ലും, കാരണം നീ പോയി കഴിഞ്ഞാൽ എനിക്കൊരു വിലയില്ല. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി പോയി. അയ്യോ, എനിക്കിപ്പോഴും ചാച്ചൻ ആ പറഞ്ഞ ടോണുണ്ടായിരുന്നു. എന്നെ ചാച്ചൻ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സമയത്ത് ഞങ്ങൾ ഇങ്ങനെ കട്ടിയിരുന്നപ്പോഴാണ് ചാച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, പ്രൈവറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ വേറെ രീതി ചിന്തിക്കില്ല. അങ്ങനെ ഞാൻ ഇമോഷണലി കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാനും ചാച്ചൻ ഒത്തിരി സംസാരിക്കും. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ചാച്ചനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചാച്ചൻ പറഞ്ഞത്, ഞാനും ചാച്ചനും അതുകൊണ്ടാണ് ലിവിങ്ങിൽ എടുത്തതിൽ ഞാൻ വിജയിച്ച ഒരൊറ്റ കാര്യം, ഞങ്ങളുടെ ലൈഫ് അതുകൊണ്ട് ബിൽഡപ്പായി. അതുകൊണ്ടാണ് ലിവിങ് ടുഗദർ എന്നുള്ള ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്തത്. കാരണം എന്നെ കിട്ടുന്ന ഒരാൾ എനിക്ക് എൻ്റെ അപ്പനും അമ്മയ്ക്കും വന്ന അവസ്ഥ വരാൻ പാടില്ല. എൻ്റെ അമ്മ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാണ്. അതുപോലെ എൻ്റെ പപ്പ ഭയങ്കര പാവമാണ്. ഈ ലോകത്ത് ഇത്രയും നല്ലൊരു അടിപൊളി പേരൻസിനെ എനിക്ക് കിട്ടിയത് ഞാൻ എപ്പോഴും ദൈവത്തോട് നന്ദി പറയും. അതുപോലെ തന്നെ എൻ്റെ പേരൻസിനെ വേർതിരിപ്പിച്ചത് എന്തിനാണെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിനടുത്ത് ചോദിക്കുകയും ചെയ്യും. ഇത് രണ്ടും ഒരേപോലെ ഒരു മകൾക്ക് ചോദിക്കേണ്ടി വരേണ്ട അവസ്ഥ അത് ഭയങ്കര പാടാണ്. ഈ ഇടയ്ക്കെല്ലാം ഞാൻ അമ്മയുടെ പണ്ടത്തെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന എൻ്റെ വീട്ടുകാർക്ക് ചെയ്തു കൊടുക്കുക, ചാച്ചന് ചെയ്തു കൊടുക്കുക. കാരണം എത്രയൊക്കെ സങ്കടത്തിലാണെങ്കിലും ഞാൻ ചിന്തിക്കും, നമുക്കെല്ലാം ഒരു ലൈഫല്ലേ ഉള്ളൂ, ഒരൊറ്റ ലൈഫല്ലേ നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ. അത് നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ ചത്ത് പോകുന്നെങ്കിൽ പുഴു നമ്മളെ കേൾക്കും. നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ എത്ര ചെറുത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ നേരിട്ട് കളയാൻ പറ്റുന്നതിൽ ചെറുതായിട്ടുള്ളൊരു പുഴുവാണ് നമ്മൾ ചത്താൽ നമ്മളെ തിന്നാൻ പോകുന്നത്. ഞാനവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ബാക്കി അവിടെ ചാനലിൽ തന്നെ ഉണ്ട്, എങ്ങനെയാണെന്ന് വെച്ചാൽ പോയി കണ്ടോ. സാറ ടോക്സ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ മാത്രമായിട്ട് എന്താ പറയണ്ടേ, ഇതില്ല, വോയിസ് ഇല്ല. അത് കേട്ടോണ്ടെങ്കിൽ ഇരിക്കും, നമ്മുടെ മൈൻഡ് മാറിപ്പോവും. ഓക്കെ, അപ്പം നല്ലത് പറട്ടെ. നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ സെറ്റായിട്ട് കളിയാക്കുന്നവരുടെയൊക്കെ മുമ്പ് നമ്മൾ വേറെ ലെവലാവും, ഉറപ്പാണ്. എനിക്കും ഉണ്ട് കുറേ കാര്യങ്ങളും കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാർ പുച്ഛിച്ചിട്ടുണ്ടേ, അവരുടെ മുമ്പിൽ ഒന്ന് ജയിച്ചു കാണിക്കണം, ചെറുതായിട്ട് മാത്രം, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്. അപ്പം എന്താ പറയുക, എൻ്റെ കിളി പോയിട്ടിരിക്കുക, ഞാൻ പോവാ.